ജന്മജന്മാന്തര ബന്ധമുള്ള ഒരാളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ ജീവിതത്തിന് ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടോ? ചിന്നിനെ കൂടാതുള്ള ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്നേഹയാത്രയിൽ തന്നൊരി നിറങ്ങളൊന്നായി മായ്കയോ നീലരാവിതൾ തേടുമീ മനം ഏകതാരമായി എരിഞ്ഞേ തീരുമോ കാണാത്ത ദൂരമായ അകന്നുമോ മോഹങ്ങൾ ഈ യാത്രയിൽ നാം എന്തിനോ നിന്നോർമ്മയിൽ നീറുന്നു ഞാൻ ഇന്നെന്തിനോ എൻ ജീവനേ വാ, വാ, നീ വാ. കണ്ണാടിയിൽ ഞാൻ എഴുതിയ ഈ വാചകം നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ മനസ്സിൽ കൊത്തിവച്ചിരുന്നതാ. നിന്നോടത് പറയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. അതിന് കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ പാഴാക്കി. ഞാനത് പറയാതെ തന്നെ നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയെ. നിന്നെ കണ്ട നാള് മുതൽ നിന്റെ രൂപം പതിച്ചത് എന്റെ ഹൃദയത്തിലായിരുന്നു. അത്രയേറെ ഞാൻ നിന്നിൽ അലിഞ്ഞു പോയി ചിന്നു. ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു. പക്ഷെ അപ്പൊ നീ ബോധമില്ലാതെ സ്ട്രെച്ചറിൽ മയങ്ങിക്കിടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടിട്ടുണ്ടാവില്ല. നീ അത് കേൾക്കാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തുമില്ല. എന്നെ വിട്ട് പോകല്ലേ ചിന്നു. മോളെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ചിന്നു. ചിന്നു, ഐ ലവ് യു ചിന്നു. ഐ ലവ് യു ചിന്നു. അമ്മയുടെ ആഗ്രഹപ്രകാരം ദക്ഷ ഞാൻ ഭാര്യയെ സ്വീകരിച്ചോളാം. ചിന്നുവിന്റെ ഓർമ്മകളില് സ്വയം മറന്ന അവസ്ഥയിലാണ് നീ ഇപ്പോ. ഇതേ അവസ്ഥയിലൂടെ ഏട്ടനും കടന്നു പോയിട്ടുള്ളതല്ലേ? അതല്ലല്ലോ ഇപ്പൊ നിന്റെ അവസ്ഥ. സാർ അമ്മയ്ക്ക് ഒരു പ്രോമിസും കൊടുത്തിരുന്നില്ല. പക്ഷെ നീയാണെങ്കിലോ ചിന്നുവിനെ മറക്കാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പ്രോമിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവളുടെ ഓർമ്മയിൽ നീ നിന്നെ തന്നെ സ്വയം തളച്ചിടുന്നത് ശരിയാണോ മഹി? പ്രണയം അനുഭവിച്ചിട്ടില്ലാത്തവരാണ് ഇതൊക്കെ പറയുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഏട്ടനും ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. മഹി, ഞങ്ങളുടെ കാര്യം നിന്റെ കാര്യത്തിൽ നിന്നും ഡിഫറെന്റ് ആണ്. നീ പ്രേമിക്കുന്നത് ഈ വീട്ടിൽ നിൽക്കുന്ന സെർവന്റിനെയാ. അത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ അമ്മയ്ക്ക് കഴിയോ? അതുമാത്രമല്ല, ഈ കുടുംബത്തിലെ മരുമകളാവാൻ എന്ത് യോഗ്യതയാ ആ ചിന്നുവിനുള്ളത്? സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ടാവണം, മനസ്സുകൾ തമ്മിൽ പൊരുത്തുണ്ടാവണം. അതല്ലാതെ ദരിദ്രനെന്നോ ധനികനെന്നോ ഉള്ള വേർതിരിവ് പ്രേമം എന്ന വികാരത്തിലുണ്ടോ ഏട്ടത്തി? മഹി, ഐശ്വര്യ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നീ ഒന്ന് ശ്രമിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.
ഏട്ടത്തിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. എന്റെ ഏട്ടൻ കോടീശ്വരനായതുകൊണ്ടല്ലേ ഏട്ടത്തി ഏട്ടനെ പ്രേമിച്ച് വിവാഹം കഴിച്ചത്? അങ്ങനെ ഒന്നല്ല. ഞങ്ങൾ തമ്മിൽ കണ്ടു, പരിചയപ്പെട്ടു, മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം തിരിച്ചറിഞ്ഞു, വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അത് തന്നെയല്ലേ ഞാനും ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോ അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, പ്രേമിച്ച് വിവാഹം കഴിച്ച നിങ്ങൾക്ക് പ്രേമിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയുള്ളത്? നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അമ്മ പോലും അറിയാതെ നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ മുൻകൈ എടുത്തവനാ ഞാൻ. എന്നിട്ടാണോ നിങ്ങൾ എന്നോട് പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം മോശമാണ് ഏട്ടത്തി. ഇത് എന്നോട് പറയാനുള്ള ഒരർഹത ഏട്ടത്തിക്കില്ല. പറ്റുമെങ്കിൽ എന്റെ പ്രണയം നടത്തി തരാനായി അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പൊ തന്നെ നീറിക്കൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിക്കരുത്. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. അമ്മയുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടൊരു മകനാ ഞാൻ. ആ തെറ്റ് നീ ചെയ്യരുത്. അമ്മയുടെ മനസ്സ് നീ വേദനിപ്പിക്കരുത്.